ഇത് ചരിത്രപ്രസിദ്ധമായ കിളിമാനൂർ കൊട്ടാരം. ചിത്രകലയുടെ കുലപതിയായ ആർട്ടിസ്റ്റ് രവിവർമ്മ ജനിച്ചു വളർന്ന തറവാട്. മഹാനായ സ്വാതി തിരുനാൾ തൻ്റെ കുട്ടിക്കാലം അധികവും ചിലവഴിച്ചത് ഈ കൊട്ടാരത്തിലാണ്. മലയാളത്തിലെ മൂന്നാമത്തെ ശബ്ദചിത്രമായ പ്രഹ്ലാദയ്ക്ക് വേണ്ടി 23 ഗാനങ്ങൾ എഴുതി ഈണം പകർന്ന കിളിമാനൂർ മാധവ വാര്യർ ഈ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത്. ഇതേ കൊട്ടാരത്തിലെ രാമവർമ്മയുടെയും ലക്ഷ്മിക്കുട്ടി വാരസ്യാരുടെയും മകനായി ജനിച്ച മാധവ വാര്യർ ഒരു ഘടദീപമായിരുന്നു. വാഗ്ഗേയകാരൻ, ദാർശനികൻ എന്നീ നിലകളിൽ അദ്ദേഹം വളരെ ഉന്നതനായിരുന്നു. താളപ്രകരണം, രാഗപഞ്ചരം, സംഗീത വിഷയം എന്നീ സംഗീതശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയായ കിളിമാനൂർ മാധവ വാര്യർ എന്ന വലിയ കലാകാരൻ ഈ മുറിയിലാണ് താമസിച്ചിരുന്നത്. ഇന്നും മാധവ വാര്യരുടെ പുര എന്ന പേരിലാണ് ഈ വീട് അറിയപ്പെടുന്നത്. എൻ്റെ പേര് സ്നേഹലത എന്നാണ്. എന്നെ മാധവ വാര്യർ കുറച്ചൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാനും അതിൽ ചെന്ന് കുറേ നാളൊക്കെ പാട്ട് പഠിച്ചുകൊണ്ടിരുന്നു. അതിൽ അന്ന് മാധവ വാര്യർ എഴുതിയ സിനിമയിലെ കുറേ പാട്ടുകളൊക്കെ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ചിരുന്നു. പക്ഷെ വളരെ കാലം മുമ്പായതുകൊണ്ട് നമുക്ക് അതൊന്നും ഓർമ്മയില്ല. അതിലെ ചില വരികൾ അങ്ങും കുറച്ചറിയാം, അത്രയേ ഉള്ളൂ. ജയ ഹരേ നാഥ ഭഗവൻ ജയ ദീനവത്സല ദേവ ജഹി ജഹി മായാമോഹം ജയ ജയ ഹരേ നാഥ ഭഗവൻ ജയ ഹരേ നാഥ ഭഗവൻ വരുവിനിരിപ്പിൻ പനനിരപ്പിൻ ഹരിഗുണങ്ങൾ വർണ്ണിപ്പിൻ. എം.എസ്. സുബ്ബലക്ഷ്മി പാടിയ അതിൻ്റെ രാഗം എന്താണെന്നറിയാൻ വയ്യ. അതിൽ ഒരു പാട്ടിൻ്റെ അതും ഒരു വരിയല്ല. പാൽക്കടലിൽ പള്ളി കൊള്ളും പത്മനാഭ പാഹിമാം, പാൽക്കടലിൽ പള്ളി കൊള്ളും പത്മനാഭ പാഹിമാം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, 1948 പുറത്തു വന്ന നിർമ്മല എന്ന ചിത്രത്തിന് വേണ്ടി പാട്ടെഴുതിയത് മഹാകവി ജി തന്നെയാണ്. ഒരു മലയാളി നിർമ്മിച്ച മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം എന്ന പ്രത്യേകത കൂടി നിർമ്മലയ്ക്കുണ്ട്. ആർട്ടിസ്റ്റ് പി ജെ ചെറിയാനാണ് നിർമ്മലയുടെ നിർമ്മാതാവ്. നിർമ്മല എന്ന ചിത്രത്തിൽ 12 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. 12 രചിച്ചത് മഹാകവി ജി തന്നെയാണ്. E.I. വാര്യരാണ് ജിയുടെ വരികൾക്ക് ഈണം നൽകിയത്. പശ്ചാത്തല സംഗീതം നിർവഹിച്ചത് P.S. ദിവാകറാണ്. സാക്സഫോൺ എന്ന സംഗീത ഉപകരണം വളരെ നന്നായി വായിച്ചിരുന്ന P.S. ദിവാകർ ഒറ്റയ്ക്കും കൂട്ടുചേർന്നും അനേകം മലയാള ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. നിർമ്മല എന്ന ചിത്രത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. പിന്നണി ഗാന സമ്പ്രദായം മലയാളത്തിൽ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് ഈ ചിത്രത്തിലാണ്. ഇതൊരു വലിയ മാറ്റത്തിന് തുടക്കമായിരുന്നു. പാടാൻ കഴിവില്ലാത്തവർക്കും നായകനും നായികയുമാകാം എന്ന സ്ഥിതി വന്നതോടെ ധാരാളം പുതുമുഖങ്ങൾ അഭിനയ രംഗത്തെത്തി. നിർമ്മലയിലൂടെ T.K. ഗോവിന്ദറാവു എന്ന തൃപ്പൂണിത്തുറക്കാരൻ മലയാള സിനിമയിലെ ആദ്യത്തെ പിന്നണി ഗായകനായി. ശ്രീമതി സരോജിനിയാണ് മലയാള സിനിമയിലെ ആദ്യത്തെ പിന്നണി ഗായിക. നമ്മുടെ പ്രിയപ്പെട്ട ലീല ചേച്ചിയും